ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ADR എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ബാക്കി ടോപ്പിക്സ് ആയിരിക്കും. ആൻഡ് ഇതിന് മുന്നേ 2 വീഡിയോ ഇട്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആർബിട്രേഷനെ പറ്റിയിട്ടാണ്. അപ്പം മെയിനായിട്ടും 7 തരത്തിലുള്ള ആർബിട്രേഷനാണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഡിസ്പ്യൂട്ടിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കണം. അപ്പോൾ അവിടെ ഈ ഒരു സ്പെസിഫിക്കായിട്ട് സ്റ്റാറ്റ്യൂട്ട്സ് വഴി അതിനുള്ള സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഈ സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്റ്റാറ്റ്യൂട്ട്സിലൊക്കെ കമ്പൽസറി ആർബിട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റിൽ ചെയ്യേണ്ടത് ഇൻ ആർബിട്രേഷൻ വഴി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല സ്റ്റാറ്റ്യൂട്ടുകളും കമ്പൽസറി ആർബിട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ആൻഡ് ജനറൽ ഇൻഷുറൻസ് ആക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേ ആക്ട്, ഇതുപോലുള്ള ആക്ടിനകത്തൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷനാണ്. അതായത് ആ ഒരു സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ട്സിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഡിസ്പ്യൂട്ട് വരുമ്പം സൊല്യൂഷൻ എന്ന് പറയുന്നത് ADR ആണ്, ADR അല്ല ആർബിട്രേഷൻ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർബിട്രേഷൻ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളിലൊക്കെ അവരിങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ആർബിട്രേഷൻ എഗ്രിമെൻറ്റിൻ്റെ അകത്തുള്ള ക്ലോസുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും, ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ഈ ആർബിട്രേഷൻ്റെ ബേസിസിൽ ആക്ട് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഈ റെഫറൻസിന് വേണ്ടിയിട്ടാണ് ഇവരിത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ളതൊക്കെ അതിൽ വരുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ടൈപ്പാണ് ബിസിനസ് ഓർ കോൺട്രാക്ച്വൽ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പം ഈ എല്ലാ കോൺട്രാക്റ്റിൻ്റെ അകത്തും ഒരു കോൺട്രാക്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനുശേഷം ഈ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ആർബിട്രേഷനിലേക്ക് റെഫർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ഒരു ആർബിട്രേഷൻ എഗ്രിമെൻ്റ് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ ബിസിനസ് ഓർ കോൺട്രാക്ച്വൽ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തതാണ് അഡ് ഹോക്ക് ഓർ ടെമ്പററി ആർബിട്രേഷൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് ടൈപ്പ് ഡിസ്പ്യൂട്ടുകൾ വരുവാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് വരുവാണ്. അപ്പോൾ ആ സമയത്ത് ആ പാർട്ടീസിന് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഏതൊക്കെ വഴി കൂടി? അവർക്ക് നെഗോഷിയേഷൻ വഴിയോ അല്ലെങ്കിൽ മീഡിയേഷൻ വഴിയോ അതല്ലെങ്കിൽ കൺസീലിയേഷൻ വഴിയോ ഒന്നും ഇവർക്ക് ഈ ഒരു ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവർ ഏത് മോഡിലേക്ക് റിസോർട്ട് ചെയ്യും? ആർബിട്രേഷൻ എന്ന് പറയുന്ന മോഡിലേക്ക് അവർ റിസോർട്ട് ചെയ്യും. അപ്പം ഇതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ സമയത്തായിരിക്കും ഈ ഡിസ്പ്യൂട്ട് ഇവർക്കിടയിൽ പാർട്ടീസിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ വരുന്നത്. അതിനാണ് നമ്മൾ അഡ് ഹോക്ക് അല്ലെങ്കിൽ ടെമ്പററി ആർബിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തതാണ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ. ഇത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പാർട്ടി, അതിൽ വൺ ഓഫ് ദ പാർട്ടി അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ടിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസ് ഓഫ് ആർബിട്രേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു ഫോറിൻ കൺട്രിയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഒന്നുകിൽ പാർട്ടി ആകാം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ മാറ്റർ ആകാം, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ആർബിട്രേഷൻ ഇതൊരു ഫോറിൻ കൺട്രിയായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ആർബിട്രേഷൻ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. പക്ഷേ 2 പാർട്ടീസും ചിലപ്പോൾ ഫോറിനേഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു പാർട്ടി ഇന്ത്യക്കാരനും ഒരു പാർട്ടി ഫോറിനറും ആകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ വരുന്നത്. ഇനി ആറാമത്തെ ഉള്ളതാണ് ഫോറിൻ ആർബിട്രേഷൻ.
അപ്പോൾ അത് പേര് പോലെ തന്നെ ഈ ഒരു പ്ലേസ് ഓഫ് ആർബിട്രേഷൻ ഇന്ത്യക്ക് പുറത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ഫോറിൻ ആർബിട്രേഷൻ എന്ന് പറയും. അതുപോലെ 7ാമത് വരുന്നതാണ് ഡൊമസ്റ്റിക് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ ഫോർ സോൾവിങ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യൻ പാർട്ടീസ് ത്രൂ അപ്ലൈയിങ് ഇന്ത്യൻ ലോസ് ആൻഡ് award is enforceable in India. ഇന്ത്യയിലായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അത് ഇന്ത്യയിലുള്ള ആൾക്കാർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്ത് ലോസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും? ഇന്ത്യൻ ലോസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എൻഫോഴ്സിബിൾ ആയിരിക്കും. അതിനാണ് നമ്മൾ ഡൊമസ്റ്റിക് ആർബിട്രേഷൻ എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു 7 ടൈപ്സ് ഓഫ് ആർബിട്രേഷൻ വരുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആർബിട്രേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആർബിട്രേഷൻ, ബിസിനസ് ഓർ കോൺട്രാക്ച്വൽ ആർബിട്രേഷൻ, ad hoc or temporary arbitration, international arbitration, foreign arbitration and domestic arbitration. ഇത്രയാണ് ടൈപ്സ് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് നമുക്കിനി അടുത്ത വീഡിയോസിൽ ആർബിട്രേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നോക്കാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.